ഇന്ന് സുപ്രീം കോടതി സ്റ്റേ ചെയ്ത ഹൈക്കോടതിയുടെ വിവാദമായ ആ മാർഗനിർദ്ദേശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ആനയും തീവെട്ടിയും തമ്മിൽ 5 മീറ്റർ ദൂരപരിധി വേണം. സുപ്രീം കോടതി പറഞ്ഞു പ്രായോഗികമാണോ? അല്ല, അതുകൊണ്ട് സ്റ്റേ. ജനങ്ങളും ആനയും തമ്മിൽ 8 മീറ്റർ ദൂരപരിധി വേണം. അങ്ങനെ വന്നാൽ തൃശ്ശൂർ പൂരം നടക്കുന്ന റൗണ്ടിന്റെ പരിസരത്ത് പോലും ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല. സുപ്രീം കോടതി ചോദിച്ചു പ്രായോഗികമാണോ? അതിനും സ്റ്റേ. ആനകൾ നിലനിൽക്കുന്നിടത്ത് ബാരിക്കേഡ് വേണം. കഴിഞ്ഞ തവണ ബാരിക്കേഡ് വെച്ചത് വിവാദമായത് നമ്മൾ കണ്ടു. പ്രായോഗികമാണോ? അതിനും സ്റ്റേ. 3 മണിക്കൂറിൽ കൂടുതൽ ആന എഴുന്നള്ളിക്കരുത്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ആന സംരക്ഷണവും ആചാരവും തമ്മിൽ സംഘർഷമുണ്ടാകരുത്, രണ്ടും ഒരുമിച്ച് പോകണം എന്നാണ്. ദിവസം 30 കിലോമീറ്റർ കൂടുതൽ ആനകളെ നടത്തിക്കരുത്. ദിവസം 125 കിലോമീറ്റർ കൂടുതൽ ആനയെ യാത്ര ചെയ്യിക്കരുത്, മറ്റൊരു വാഹനത്തിലാണെങ്കിൽ പോലും. രാത്രി 10 മണി മുതൽ രാവിലെ 4 മണി വരെ യാത്ര ചെയ്യിക്കരുത്. രാത്രിയിൽ വിശ്രമസ്ഥലം സംഘാടകർ ഉറപ്പുവരുത്തുകയും വേണം. ദിവസം 6 മണിക്കൂറിൽ കൂടുതൽ വാഹനത്തിൽ ആനയെ കൊണ്ടുപോകരുത്. ചട്ടങ്ങൾ പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താം. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം അപ്രായോഗികം എന്നാണ് ഇന്ന് സുപ്രീം കോടതി വിധിച്ചത്. ആന പരിപാലന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഹൈക്കോടതിയുടെ ചില വിധിയും എന്നുകൂടി സുപ്രീം കോടതി പറയുന്നു. മൃഗസംരക്ഷണം ആചാരങ്ങളെ ബാധിച്ചുകൊണ്ടാകാൻ പാടില്ല. 3 മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു. അതായത് 3 മീറ്റർ ഒരു ആനയുടെ വയറും മറ്റൊരു ആനയുടെ വയറും തമ്മിൽ 3 മീറ്റർ വ്യത്യാസത്തിൽ നിർത്തണം എന്ന് മനുഷ്യനും പറയാം. പക്ഷേ ഇത് എങ്ങനെ ആന തീരുമാനിക്കും എന്നുള്ളൊരു ചോദ്യമാണെന്ന് സുപ്രീം കോടതി ചോദിച്ചത്. ശൂന്യതയിൽ നിന്ന് ഒരു ഉത്തരവിറക്കാൻ കഴിയുമോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന സുപ്രധാനമായ നിരീക്ഷണവും സുപ്രീം കോടതി നടത്തി. എന്ത് സംഭവിച്ചാലും ദേവസ്വം തന്നെയാണ് ഉത്തരവാദി. അപകട സാധ്യത അറിഞ്ഞാണ് ആളുകൾ ഉത്സവത്തിന് വരുന്നത് എന്നത് ഓർമ്മ വേണം. പകൽ സമയങ്ങളിലാണ് എഴുന്നള്ളിപ്പ്. ചൂടില്ലാതിരിക്കാൻ കേരളം ഹിമാലയത്തിലല്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു. പലരും ഹൈക്കോടതി നിർദ്ദേശങ്ങളെ ട്രോളിയാണ് സുപ്രീം കോടതി ഇന്നിപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിന്യായം ഉണ്ടായിരിക്കുന്നത്. പൂരപ്രേമികളെ സംബന്ധിച്ച്, ഉത്സവത്തിന് പോകുന്നവരെ സംബന്ധിച്ച്, ആനകളെ എഴുന്നള്ളിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്കും ഇത് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയായി തീരുന്നു, ആശ്വാസകരമായ വാർത്തയായി തീരുകയും ചെയ്യുന്നു.